ഹായ് ഫ്രണ്ട്സ്, കർക്കിടക മാസമല്ലേ. കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് ചേമ്പുംതാൾ കറി. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചേമ്പുംതാൾ കറിയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, വെറും താള് മാത്രം വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചേമ്പുംതാൾ അതിൻ്റെ ഈ പച്ചപ്പൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം കഴുകി മുറിച്ചെടുത്തതാണ്. അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ 4 വിസിലടിപ്പിക്കുക. ഒരു 4 വിസിലടിപ്പിക്കണം, അല്ലെങ്കിൽ ചിലപ്പം ചൊറിയും. താള് നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പിടിക്കാൻ മറന്നു പോയതാണ്. വറവിടാനായി ഞാൻ എടുത്തത് 10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 4 വറ്റൽമുളകുമാണ്. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അത് നല്ലോണം ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ച താളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി താൾ കറിയാണ്. ഇതിൽ വേറെ ഒന്നും ഇടാതെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും കാണാം.